സാധനങ്ങൾ നീട്ടത്തിൽ കിടക്കാണ് 1 2 3 4 5 6 7 8 എണ്ണം നീട്ടത്തിൽ ഇവിടെ എന്താന്ന് മനസ്സിലായോ? ആൻഡമാനൊന്നപ്പോ കിടപ്പുണ്ട്. ഇതിനെ കുറിച്ച് നാദർക്ക് ഞാൻ ലക്ഷദ്വീപിൽ പറഞ്ഞു തന്നിട്ടില്ലേ? ഇത് നാദർ പറഞ്ഞു കൊടുക്കുന്നത് എന്താ സംഭവം? ഇതാണ് സീ കുക്കുംബർ. ഇത് ഷെഡ്യൂൾഡ് വിഭാഗത്തിൽപ്പെടുന്നതാണ്, തൊടാൻ പാടില്ല. ഇത് ഭയങ്കര സംരക്ഷിക്കപ്പെടുന്ന സാധനം. ഇത് നമ്മള് കാണുമ്പോ വല വീശും. ഇതുകൊണ്ട് ഈ ആ വല രക്ഷപ്പെടാനുള്ളത്. ഇപ്പൊ എന്താ വെച്ചാല് മെയിൻ ആയിട്ട് സംഭവിച്ചത് ഇതുങ്ങള് ഇങ്ങനെ അടുത്തോട്ട് അടിച്ചു കൊടുക്കും. ഇവർ ശരിക്കും കാണട്ടെ. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോ പലതായിട്ടും തോന്നും അല്ലേ? വേറെ പലതായിട്ട് തോന്നും, പക്ഷെ പലതും അല്ല. ഒരു ഫിഷാണ്, ജീവനുണ്ട് കേട്ടാ. ഇതൊക്കെ അനങ്ങനെ ഉണ്ട്, ഫിഷ് അല്ല, ഇതൊരു മീൻ എന്ന് പറയാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ഫിൽട്ടർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും. ഇത് നമ്മൾ കഴിക്കുക അതുപോലെ ചെയ്യൂല, തോട്ടത്തിൽ പ്രൊട്ടക്ട് ആണ്. പക്ഷെ പുറം രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ ഇതിനെ ഭക്ഷിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇത് ഭക്ഷ്യയോഗ്യമാണ് പുറം രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിൽ ഇത് വളരെ റയർ ആയതുകൊണ്ട് തന്നെ ഇത് പ്രൊട്ടക്ട് ചെയ്യണം. കാണാം, നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഔഷധമായിട്ടാണ് പുറത്തൊക്കെ കാണുന്നത്. വേറെ സ്ഥലത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലും ഇതിനെ കൈകൊണ്ട് എടുക്കാനോ പാടില്ല. ഇതാണ് സംഭവം. ഒറ്റ തോട്ടത്തിൽ നമുക്ക് പലതായിട്ട് തോന്നുന്നത്. കാണുന്നത് അനങ്ങ നോക്കി അടുത്തോട്ട് ഒന്ന് നോക്കാം. ഫുള്ളുണ്ട്. ഇത് ഇവര് കുറച്ച് ഒരുമിച്ചൊക്കെ ഇരിക്കുന്നതാണ്. കടലിൽ കൂടിക്കണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു പുഴുവായിട്ടും വേറെ പലതായിട്ടൊക്കെ തോന്നുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് കൂട്ടുകാരൊക്കെ ആണെങ്കിൽ മക്കളെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ.